വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. കേരളത്തിന് പിന്നാലെയാണ് തമിഴ്നാടിന്റെ നീക്കം. അതേസമയം നീക്കത്തെ വിമർശിച്ച് AIADMK രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം പ്രീണന പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നു. കേരളത്തിന് പിന്നാലെയാണ് തമിഴ്നാട്ടിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം സംഭവിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. കേരളത്തിന് പിന്നാലെയാണ് തമിഴ്നാട്ടിന്റെ ഇത്തരത്തിലൊരു നീക്കം കൂടി സംഭവിക്കുന്നത്. അതേസമയം നീക്കത്തെ വിമർശിച്ച് AIADMK ഉൾപ്പെടെ രംഗത്തെത്തിയ സാഹചര്യം കൂടി ഒരു മണിക്കൂറിൽ അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം പ്രീണന പ്രസ്താവനകളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, കേരളത്തിന് പിന്നാലെ തമിഴ്നാട് നിയമസഭ കൂടി ഇത്തരത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ പാർട്ടികളെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലേ? ദേവിക, വഖഫ് നിയമ ഭേദഗതി ബില്ല് മുസ്ലിം വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന പ്രതികരണം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് വളരെ കൃത്യമായി ഈ ബില്ല് പരിശോധിച്ച പാർലമെന്റിന്റെ സംയുക്ത സമിതിയും സമിതിയുടെ ചെയർമാനും ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനും മതസ്വാതന്ത്ര്യത്തിനും തമ്മിൽ യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും വഖഫ് ബോർഡ് ഒരു മതസ്ഥാപനമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുള്ള നടപടികൾ മാത്രമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത് എന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നിട്ടും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് നിയമസഭയിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി മുസ്ലിം വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്, അതിനെ എതിർക്കേണ്ടതാണ് എന്ന പ്രതികരണം നടത്തിക്കൊണ്ടാണ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ളത്. ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളം ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയും ഇത്തരത്തിൽ സമാനമായ നീക്കം നടത്തിയിരുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അതുകൊണ്ടൊരു ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് തടയുന്നതിനോ അതിന് ഏതെങ്കിലും നിയമപ്രാബല്യമോ നിയമസാധുതയോ ഒന്നും തന്നെ ഇല്ല എന്നിരിക്കെയാണ് ഇത്തരത്തിൽ സംസ്ഥാന നിയമസഭകളിൽ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന, കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന, തമിഴ്നാട്ടിൽ DMK ഭരിക്കുന്ന നിയമസഭകളിൽ സർക്കാരുകൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും ഒപ്പം ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ രൂക്ഷമായൊരു വിമർശനം ഇതിനോടകം കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ, ബീഹാറിൽ നിന്നുള്ള ചിരാഗ് പാസ്വാൻ നടത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചില സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്ന പ്രതികരണമാണ് ചിരാഗ് പാസ്വാൻ നടത്തിയിട്ടുള്ളത്. കൂടാതെ നിയമ ഭേദഗതി സർക്കാർ അവതരിപ്പിക്കുകയും അതിൻ്റെ ബില്ലിൻ്റെ വിശദാംശങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടക്കുന്നത് എങ്കിൽ അതിന് കാര്യമുണ്ട്. നിലവിൽ ഈ മുൻപൊരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശകളും ഭേദഗതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബില്ല് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപേ ഇത്തരത്തിൽ ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അത് മുസ്ലിമുകൾക്കെതിരാണ് എന്ന പ്രചരണം നടത്തുന്നതും വ്യക്തമായ താല്പര്യത്തോടു കൂടിയാണ് എന്ന പ്രതികരണം ചിരാഗ് പാസ്വാൻ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ദേശീയ തലത്തിൽ BJPയും NDA സർക്കാരിലെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ നടത്തുകയും സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുകയും വഖഫ് ബോർഡുമായി പ്രശ്നം നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നേരിട്ട് സന്ദർശനം നടത്തി വഖഫ് ബോർഡുമായും പ്രശ്നം നേരിടുന്നവരുമായും മുസ്ലിം മത സംഘടനാ നേതാക്കളുമായും പൊതുജനങ്ങളുമായും സംവദിച്ച ശേഷമാണ് ഈ ബില്ലിന്മേലുള്ള റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നൽകിയിട്ടുള്ളത്. ആ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ: ഒന്ന്, വഖഫ് ബോർഡ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ രാജ്യത്ത് ഭൂമി പിടിച്ചെടുക്കുന്നു എന്ന കൃത്യമായ നിരീക്ഷണം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നടത്തിയിരുന്നു. കൂടാതെ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാൽ വ്യക്തമാക്കിയ ഒരു കാര്യം, വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വഖഫ് ബോർഡ് ഒരു മതസ്ഥാപനമല്ല. ബോർഡിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും ഇന്നിപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ DMK സർക്കാർ, മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു. വനജി ശ്രീനിവാസൻ ഉൾപ്പെടെ BJPയുടെ MLA മാർ അതിനെ ശക്തമായി എതിർക്കുകയും എതിർപ്പറിയിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. കൂടാതെ AIADMK അംഗങ്ങളും ഒപ്പം നേതാക്കളും സ്റ്റാലിൻ്റെ പ്രവർത്തനത്തെയും ഒപ്പം ഇത്തരത്തിൽ നിയമസഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയതിനെയും വിമർശിച്ചിട്ടുണ്ട്. ദേവിക. ശരി ജിഷ്ണു.